ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ബൗളിലേക്ക് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. എന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല. മാവ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നനവൊന്നുമില്ലാത്ത ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഈ രീതിയിൽ പതഞ്ഞു വരുമ്പോഴേക്കും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ പൈനാപ്പിളിൻ്റെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സമയം വേണമെങ്കിൽ അല്പം മഞ്ഞ കളർ കൂടി ചേർക്കാവുന്നതാണ്. ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് മറക്കാതെ തന്നെ ഏത് പാനിലാണോ ചെയ്തെടുക്കുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്യാനാക്കി വെച്ച് കൊടുത്തേക്കണം. 1 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നീട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് 30 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബൗളിൻ്റെ അടിയിലായിട്ട് മറ്റൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ഐസ് വാട്ടറും വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ക്രീം ഒന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓട്സ് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. കേക്ക് ഐസിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ഞാൻ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പൈനാപ്പിൾ ക്രഷ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൈനാപ്പിൾ ക്രഷിന് പകരം ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടും ഈ ഒരു കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ലെയറും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിന് മുമ്പ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ട്രസ്ലെച്ചസ് കേക്കും ചോക്ലേറ്റ് കേക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഒന്ന് കണ്ടു നോക്കണേ.
അവസാനത്തെ ലെയർ കൂടി വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് സമയം വെച്ച് കൊടുക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഒരുവിധം നല്ലതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തതിന് ശേഷം ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പൈനാപ്പിൾ ക്രഷ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് കേക്കിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. അല്പസമയം വെയിറ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് ഒഴുകി വരുന്നില്ല എങ്കിൽ ഓരോ ഡ്രോപ്സ് ഈ സൈഡിലേക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ ഗോൾഡ് കളറിലുള്ള ഷുഗർ ബോൾസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.